ഹലോ, ഇന്നൊരു ചിക്കൻ കറി കേട്ടോ. അതിലേക്ക് ഞാനൊരു 6 വലിയ ഉള്ളി അരിഞ്ഞു വെച്ചതും, പിന്നെ ഒരു ഉരുളക്കിഴങ്ങും 3 പച്ചമുളകും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും, പിന്നെ ഈ മല്ലിച്ചെപ്പും കറിവേപ്പിലൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചിക്കൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ കട്ട പിടിച്ചിട്ട് തന്നെയുള്ളത്. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ചൊരു യുദ്ധമൊക്കെ എൻ്റെ ആദ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളിയും, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. ഈ ചിക്കൻ കറിയൊക്കെ ഞങ്ങൾക്ക് വെച്ചാൽ എനിക്ക് ആദ്യമൊക്കെ അച്ഛൻ വീട്ടിലേക്ക് വാങ്ങലുണ്ടായിരുന്നത് ഓണം വരുമ്പോഴോ അല്ലെങ്കിൽ വിഷു വരുമ്പോഴോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതൊക്കെ അപ്പോഴേ കഴിക്കലുണ്ടായിരുന്നുള്ളൂ, ഓണം വിഷുവിന് മാത്രം. അതായത് അഥവാ ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണമൊക്കെ വരണം, ഏതെങ്കിലും വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ലാതെ ഇത്രയും വീട്ടിൽ വാങ്ങലുണ്ടായിരുന്നു കേട്ടോ. എന്ന് വേണ്ടി ഇപ്പം സ്ഥിരമായി അധിക ദിവസം ഇവിടെ ചിക്കനാണ് വെക്കൽ. ഈ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ ഉപ്പിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് അത് വാടി വരും കേട്ടോ. ഇവിടെ അധികം ചിക്കൻ വാങ്ങാനുള്ളൊരു കാരണം മീനിന് ഇവിടെ ഭയങ്കര പൈസയാണ്. അതുകൊണ്ട് മീൻ അങ്ങനെ വാങ്ങാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങാറുള്ളൂ. പിന്നെ പച്ചക്കറി ഇപ്പോൾ രാവിലെ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഉച്ചയ്ക്കൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ എനിക്ക് എന്തായാലും പച്ചക്കറി ഇറങ്ങൂല. അപ്പോൾ എന്തെങ്കിലും ചിക്കൻ പൊരിച്ചതൊക്കെ രാത്രി വാങ്ങേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അധികം ഇവിടെ ചിക്കൻ കറിയാണ് വെക്കാറ്. അതാകുമ്പോൾ പിന്നെ വാങ്ങേണ്ടി വരുന്നില്ല. പിന്നെ നമ്മൾ ഉള്ളി വഴറ്റിയതിലേക്ക് കുറച്ച് തക്കാളിയും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ട് ചേർത്തിട്ട് വീണ്ടും വഴറ്റുക കേട്ടോ. അത് കുറച്ച് വഴണ്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ഇട്ട് ഇളക്കുക കേട്ടോ. അതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചത് അതും ഇതിലേക്ക് ഇട്ടിട്ട് മൂടി വെക്കാം. കുറച്ച് സമയം മൂടി വെച്ച് കുറച്ച് നേരം അത് വേവട്ടെ കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ആവശ്യത്തിന് വെള്ളം വേണ്ടത് ഒഴിക്കുക കേട്ടോ. ഞാൻ ഇന്ന് രാവിലത്തെ പുട്ടിനും പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. വെള്ളം ഒഴിക്കാതെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം. അതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ചിക്കൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം അതിലേക്ക് അവസാനം കുറച്ച് കുരുമുളക് പൊടിയും, പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മല്ലിച്ചെപ്പും കറിവേപ്പിലേൻ്റെ ഇലയില്ലേ അതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അവസാനം നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയില്ലേ അതുകൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. നല്ല മണം വരും കേട്ടോ. അപ്പം റെഡി. ഞാൻ പുട്ടും പപ്പടും പിന്നെ ചിക്കൻ കറി മുളകിട്ടതും എൻ്റെ കൂടെ ഒരു കട്ടൻ ചായ. ഇതായിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല കേട്ടോ, സത്യമായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.